വേദിയിൽ എത്താൻ പോകുന്ന കലാകാരി സോഷ്യൽ മീഡിയയിൽ ജീവിക്കുന്നവർ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇല്ലാതെ നമുക്കൊരു ജീവിതമില്ലാത്ത കാലഘട്ടത്തിൽ അതിൽ ഏറ്റവും കൂടുതൽ നമ്മളെ ആസ്വദിപ്പിക്കുകയും നമ്മളെ ചിരിപ്പിക്കുകയും ചെയ്യുന്നവർ നിരവധി ഉണ്ടെങ്കിലും കഴിഞ്ഞുപോയ ഒരു 5 വർഷക്കാലം എടുത്താൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ തീ പിടിപ്പിച്ചിട്ടുള്ള ഒരു കലാകാരി എന്ന് തന്നെ തീർത്തും പറയാം. കാരണം സ്റ്റാർ മാജിക് എന്ന പ്രോഗ്രാം ഫ്ലവേഴ്സ് ചാനലിലൂടെ ലോകമെമ്പാടും കാണുമ്പോൾ ഒരുപക്ഷെ ഈ മുഖം കാണാതെ നമുക്ക് ആ സ്റ്റാർ മാജിക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ മുഖമില്ലെങ്കിൽ ആ സ്റ്റാർ മാജിക് പൂർണ്ണമാകില്ല എന്നുള്ളൊരവസ്ഥ വരെയുണ്ട്. അത്രയേറെ മലയാളിക്ക് ഇഷ്ടമുള്ളൊരു കലാകാരി. ആ കോമഡി പ്രോഗ്രാമിൽ തമാശകളിലൂടെ നമുക്ക് മുമ്പിൽ പലവട്ടം വന്നിട്ടുണ്ടെങ്കിലും അത് ആ സമയത്തുള്ള ഒരു തമാശകൾ മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ഒരു നർത്തകിയാണ്, ഒരു മികച്ച പ്രതിഭയാണ്, നല്ല വാക്ചാതുര്യമുള്ളൊരു കലാകാരിയാണ്. സ്വാഗതം ചെയ്യുകയാണ് നിറഞ്ഞ കയ്യടികളോടെ അനുമോളെ. സ്വാഗതം. അനുമോള് തന്നെ വിചാരിക്കുന്നത് എന്നെ കുറിച്ച് തന്നെയാണ് പറയുന്നതെന്നല്ലേ? അനുമോളെ സ്വാഗതം. സ്വാഗതം. വളരെ മലയാളിക്ക് ഇഷ്ടമുള്ള ഒരു കലാകാരി. നിറഞ്ഞ മനസ്സോടെ നമുക്ക് വേൾഡ് ആർട്സ് ആൻഡ് കൾച്ചറൽ ഫൗണ്ടേഷന്റെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. പറഞ്ഞ വാക്കുകളും തമാശകളും ഒക്കെ മനസ്സിലേക്ക് വരികയായിരിക്കാം ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിൽ ലൈവായി നിൽക്കുന്ന ഓരോരുത്തർക്കും. താങ്ക് യു. ആശംസാ വാക്കുകളിലേക്ക് അനുമോൾ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ അടുത്ത് നസീർക്ക പറഞ്ഞു 2 വാക്കിൽ സംസാരിച്ച് നിർത്തിയാൽ മതിയെന്ന്. അതുകൊണ്ട് ഞാൻ 2 വാക്കിൽ സംസാരിച്ച് നിർത്തുകയാണ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ അബുദാബിയിൽ 3ാമത്തെ തവണയാണ് ഇപ്പോൾ വരുന്നത്. ഭയങ്കര സന്തോഷം. പ്രത്യേകിച്ച് ഞാൻ ഒരുപാട് ആരാധിക്കുന്ന നമ്മുടെ ഫാമിലി മെമ്പേഴ്സാണ് ഇത് നിൽക്കുന്ന എല്ലാവരും. അംബിക ചേച്ചിയാണെങ്കിലും ദിനേശ് സാറാണെങ്കിലും എല്ലാവരും, ഷാഫിക്ക എല്ലാവരും. അപ്പോൾ വീണ്ടും വരാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. ഗസ്റ്റൊന്നും അല്ല, നിങ്ങളുടെ ഫാമിലിയിലുള്ളൊരു മെമ്പർ തന്നെയാണ് ഞാനും. എനിക്കറിയാം ഈ ഒരു ഹോൾ നിറച്ചും നമ്മുടെ ഓഡിയൻസ് ഉണ്ടാവുമെന്ന് നന്നായിട്ട് അറിയാമായിരുന്നു.